തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamar. വാർത്തകൾ വിശദമായി. മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത മോഷണം. കളക്ടറേറ്റ് ബംഗ്ലാവിനും ട്രാഫിക് പോലീസ് സ്റ്റേഷനും ജില്ലാ പോലീസ് കാര്യാലയത്തിനും സമീപത്തായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മോഷണം നടന്നത്. ഇന്നലെ അർദ്ധരാത്രി 1 മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തിന് മുൻവശത്തെ കൊടിമരത്തിന് സമീപത്തെ പ്രധാന ഭണ്ഡാരത്തിലെ പണമാണ് മോഷണം പോയത്. 3 പേരടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV നശിപ്പിക്കാനും മോഷ്ടാക്കൾ ശ്രമം നടത്തി. കഴിഞ്ഞ ഡിസംബറിലാണ് ഭണ്ഡാരം അവസാനമായി തുറന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം നഷ്ടമായിട്ടുണ്ടാകുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം വളപ്പിലെ അയ്യപ്പ, ഭഗവതി ക്ഷേത്രങ്ങൾക്ക് സമീപത്തെ ഭണ്ഡാരവും പൊളിക്കാൻ മോഷ്ടാക്കൾ ശ്രമം നടത്തിയിട്ടുണ്ട്. രാവിലെ നട തുറക്കാനെത്തിയ പൂജാരിയാണ് സംഭവം ആദ്യം അറിഞ്ഞത്. തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയും ഇവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. 13 ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. 26 നടക്കുന്ന ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കെയായിരുന്നു മോഷണം. ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കളക്ടറേറ്റ് ബംഗ്ലാവും ട്രാഫിക് പോലീസ് സ്റ്റേഷനും ജില്ലാ പോലീസ് കാര്യാലയവും ഉള്ളത്. മലപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങളും തകർക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.